ഗൈസ് അപ്പോൾ ഞങ്ങൾ കണ്ണനൂർ എത്തിയിട്ടാണ്. കണ്ണനൂരിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ റോഡിലൂടെയാണ് ഞങ്ങൾ പള്ളി നേർച്ചയ്ക്ക് പോണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും സൗവും കൂടിയിട്ട് പള്ളി നേർച്ചയ്ക്ക് പോണത്. ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് കിലോമീറ്ററിനുള്ളൂ, 3-4 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നേർച്ചയോടനുബന്ധിച്ച് നമ്മളെല്ലാ ഉത്സവങ്ങളിലും കാണുന്ന പോലെ ഒരുപാട് കടകൾ, ഹൽവ, പൊരി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെയുള്ള എല്ലാ കടകളും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പള്ളി നേർച്ച നടക്കുന്ന ആ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ പള്ളി നേർച്ച നടക്കുന്ന പള്ളിയുടെ മുൻപിലെത്തിയിട്ടാ. ഇതാണ് നമ്മുടെ തെരുവത്ത് പള്ളി കേട്ടോ. തെരുവത്ത് പള്ളി എന്താണ് നേർച്ച, പള്ളി നേർച്ച നടക്കുന്ന പള്ളി ഇതാണ്. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമൊക്കെ ഉണ്ട്. മരം വന്നിട്ട് അത് പിന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട്, നിറയെ കടകളുണ്ട്. പിന്നെ ലേസവും നാളെയാണ് മെയിനായിട്ട്. ഇന്ന് ഫുള്ളും കടകളൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറിയിട്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രസാദം തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴുതിട്ട് ഇവിടെ പ്രസാദം തരുന്നുണ്ട്. ഈ അപ്പൂപ്പൻ നന്നായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് സെക്രട്ടറിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെക്രട്ടറിൻ്റെ റൂമിൽ വന്നു. അപ്പോൾ ഇവിടെ വോളണ്ടിയേഴ്സ്മാർക്കുള്ള എന്താ പറയുക ടീഷർട്ടുകൾ എല്ലാവർക്കും ഇടാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. സെക്രട്ടറിൻ്റെ അടുത്ത് ഈ പള്ളിയുടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടി പോകുകയാണ് ഗൈസ്. അവർ അപ്പോൾ ഇതാണ് കണ്ടില്ലേ, തെരുവത്ത് പള്ളി വോളണ്ടിയറിനുള്ള യൂണിഫോമാണ് കേട്ടോ അപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ നമ്മൾ ഇതാണ് സെക്രട്ടറി, പള്ളി നേർച്ചയുടെ സെക്രട്ടറി. അപ്പോൾ മൂപ്പനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി വെളിയിൽ പോയിട്ട് ആ പ്രസിഡൻ്റ് അടുത്ത് പോകാൻ പോകണ്ട ഗൈസ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വേറെ വീഡിയോയിലൊക്കെ. മറ്റേ സുലൈമാൻ ഹാജി. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ ചരട് കൊടുക്കുന്നതാണല്ലേ. അപ്പോൾ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട ഗൈസ്.
അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ ഗൈസ്, കാണുന്നില്ലേ നമ്മുടെ കാളവണ്ടിയിൽ ഒരുപാട് കാളക്കുട്ടന്മാരെ കൊണ്ടുവരുന്നതാണല്ലേ. ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നേർച്ചയ്ക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വണ്ടികൾ കണ്ടില്ലേ, കാളവണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഗൈസ്. അപ്പോൾ നേരെ ഇതിനകത്തോട്ട് പോകും കേട്ടോ. 2 കുതിരകൾ ഇപ്പോൾ പോണ കണ്ടു. ഇത് ഇപ്പോൾ ഒരുപാട് കാളക്കുട്ടന്മാരെയൊക്കെ കൊണ്ടുപോകണം. ഒരുപാട് കാളകളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ആ ഭാഗത്ത് പോയി നോക്കിയാലോ. തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടാ. എല്ലാ പള്ളി നേർച്ചയ്ക്കൊക്കെ വരില്ല കേട്ടാ. ഈ അണ്ണൻ വർഷം ഈ പള്ളി നേർച്ചയ്ക്കൊക്കെ ഇവിടെ വരുന്ന കേട്ടാ കേട്ടാ. കടകള്, ഷോപ്പുകൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡ്. അതൊക്കെയാണ് ഗൈസ് അടിപൊളിയായിട്ട്. പള്ളി നേർച്ച ആദ്യമായിട്ടാണ് ഞാനും സൗവും ആദ്യമായിട്ടാണ് പള്ളി നേർച്ചയ്ക്ക് വരുന്നത്. ഭയങ്കര സന്തോഷം, അടിപൊളിയിലെ അതിനകത്ത് പോകാൻ പറ്റി. എല്ലാവരും അവിടുത്തെ പള്ളിയിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സെക്രട്ടറിയൊക്കെ സംസാരിച്ചു. ഐ ആം വെരി ഹാപ്പി. പള്ളി നേർച്ചയോട് അനുബന്ധിച്ചിട്ടേ നമ്മുടെ ഇവിടെ എന്താണ് എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് കണ്ട് ജയൻറ്റ് വീല് കണ്ടില്ലേ, മേലേക്ക് പോകണം കറങ്ങണത്. പിന്നെ കുട്ടികൾക്ക് ഇരുന്നിട്ട് പോകാനുള്ള ട്രെയിൻ പോലത്തെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഇത് ഊഞ്ഞാൽ തോണി അല്ലേ, തോണിയുണ്ട്. കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ ഗെയിം കളിക്കണതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ പള്ളി നേർച്ചയോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. മനുഷ്യനെ കരക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ കട്ടപ്പിരാണ്ടാക്കി. അരിപ്പോ തിരിപ്പോ ക്രോധ